ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദരണീയ ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട റോട്ടറി ക്ലബ് ഭാരവാഹികളെ, നാട്ടുകാരെ, എന്നെ പലർക്കും അടുത്ത പരിചയം ഉണ്ടാവില്ല. കാരണം ഞാൻ കരിവള്ളൂർക്കാരനല്ല, ഞാൻ കണ്ണൂർ നാറാത്ത് സ്വദേശിയാണ്. അടുത്ത വീട്ടിലാണ് താമസം. അപ്പോൾ ഇപ്പോൾ 2010 മുതലാണ് കരിവള്ളൂർക്കാരനായി മാറിയത്. കുറേ ആൾക്കാരായിട്ട് നല്ല പരിചയമുണ്ട്. കുഞ്ഞിക്കണ്ണ മാഷെ പോലെ ആൾക്കാർ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് വളണ്ടിയറായിട്ടൊക്കെ അങ്ങനെ പോയ നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് 2014 അധ്യാപക അവാർഡ് കിട്ടുന്നത്. അത് കിട്ടാനൊരു പ്രധാന കാരണം ഞാൻ ചെയ്ത ഒരു പ്രത്യേക കരിക്കുലം, സ്കൂളിൽ ഒരു പ്രത്യേക കരിക്കുലം ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ്. ഞാനൊരു കൊമേഴ്സ് അധ്യാപകനാണ്. അപ്പോൾ കൊമേഴ്സിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അക്കൗണ്ടൻസി പഠിച്ചവർക്ക് അറിയാം, ബികോമിനും എംകോമിനും ഒക്കെ ആ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. പക്ഷേ ആ എംകോം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പോലും ഒരു കുട്ടിക്ക് ജോലി ചെയ്യണമെങ്കിൽ വീണ്ടും അക്കൗണ്ടിങ്ങിൽ പ്രായോഗിക പരിശീലനം നേടണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു കരിക്കുലം ഞങ്ങൾ സ്കൂളിൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് പരിശീലനം കൊടുത്തുകൊണ്ട് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള മറ്റു ട്രെയിനിങ് പോകേണ്ട ആ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്ത് ഡയറക്ടറായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും അപ്പോൾ അത് ഒരു പ്രധാന ക്രൈറ്റീരിയ ആയിട്ട് അവാർഡ് പരിഗണിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. സംസ്ഥാന റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസറാണ്, ടൂറിസം ക്ലബിൻ്റെ കോർഡിനേറ്ററാണ്, അതുപോലെ തന്നെ അഡ്മിഷൻ്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കരിവള്ളൂർ നാട്ടിലിറങ്ങിയിട്ട് അങ്ങനെ പ്രവർത്തിക്കാനുള്ള സമയക്കുറവുണ്ട്. അങ്ങനെ ഒരു അവസരം കൂടുതൽ കിട്ടിയിട്ടില്ല. എന്തായാലും റോട്ടറി ക്ലബ്ബ് ഇങ്ങനെയൊരു അനുഭവം തന്നത് വളരെ വളരെ സന്തോഷം. ടീച്ചിങ് എന്ന് പറയുന്നത് ഞാനൊരു പ്രൊഫഷനായിട്ടല്ല കാണുന്നത്, ഒരു പാഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം 30 വർഷം സർവീസായി, ഇനി 2-3 വർഷം കൂടി ഉണ്ട്. അപ്പോൾ അത് നല്ല ടീച്ചറായിട്ട് ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങനെ റോട്ടറി ക്ലബിന് എല്ലാവിധ നന്ദിയും ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ ഗിരീഷ് മാഷ് പ്രത്യേകം അനുമോദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.